അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ടെക് സ്റ്റോക്ക് എൻവിഡിയ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 3.26%, S&P 2.12%, ഡോ ജോൺസ് 0.37% ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ പ്രകടമാണ്. ഡാക്സ് 1%-നടുത്തും, CAC 0.94%, FTSE 0.79% ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റ് പരിശോധിച്ചാലും ഏഷ്യൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. കൊറിയൻ ഇൻഡെക്സ് 2.5% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. തൈവാൻ ഇൻഡെക്സ് 5%, സ്ട്രേറ്റ് ടൈംസ് 1.7%, ജപ്പാൻ്റെ ഇൻഡെക്സ് 3.7% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. അതായത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൻ്റെ സൂചനകളാണ് കാണുന്നത്. നിഫ്റ്റി മാർക്കറ്റ് 0.3% ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. നിഫ്റ്റി 25,279 ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസവും 1,735 കോടിയുടെ ബൈയിങ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 356 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് GICയിൽ ഗവൺമെൻറ് OFS കൊണ്ടുവന്നു. OFS വഴി 6.8% സ്റ്റേക്കുകളാണ് ഡിസ്കൗണ്ട് പ്രൈസിൽ സെൽ ചെയ്യുക. 395 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഗവൺമെൻറ് സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുന്നത്. ആദ്യം 3.4% സ്റ്റേക്കുകൾ ബേസ് ഓഫർ വഴിയും അതിനുശേഷം OFS ഓവർ സബ്സ്ക്രൈബ് ആവുകയാണെങ്കിൽ 3.4% സ്റ്റേക്കുകൾ കൂടി ഓഫ്ലോഡ് ചെയ്യാനാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ. ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് സാരദ എനർജി ആൻഡ് മെറ്റൽസ് എന്ന സ്റ്റോക്കാണ്. സാരദ എനർജി ആൻഡ് മെറ്റൽ എന്ന കമ്പനിയിൽ SKS പവർ ജനറേഷൻ എന്ന കമ്പനിയുടെ അമാൽഗമേഷൻ ഇന്ന് കംപ്ലീറ്റ് ആകും. ഇതുവഴി കമ്പനിയുടെ അതോറൈസ്ഡ് ക്യാപിറ്റൽ 2,555 കോടിയായി ഉയരും. കുപ്പിഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. 2024 അവസാനത്തോടുകൂടി 1 ലക്ഷം ടച്ച് പോയിന്റ് എന്ന ടാർഗറ്റാണ് കുപ്പിഡിന് B2C സെഗ്മെൻറ്റിലുള്ളത്. ഇതിനുവേണ്ടി കുപ്പിഡ് എന്ന കമ്പനി ബ്ലിങ്കിറ്റ്, സെപ്റ്റോ തുടങ്ങിയ കമ്പനികളുമായി പാർട്ണർഷിപ്പിലെത്തി ഇ-കൊമേഴ്സ് പ്രസൻസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഈ മാസം കമ്പനി ആൽമണ്ട് ഹെയർ ഓയിൽ പ്രോഡക്റ്റും മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും. റൗട്ട് മൊബൈൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. മഹാരാഷ്ട്ര GST കൗൺസിലിൽ നിന്നും കമ്പനിക്ക് 5.34 കോടി രൂപയുടെ GST ഡിമാൻഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോറൻറ്റ് പവർ എന്ന പവർ സെക്ടറിലെ സ്റ്റോക്ക് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സുമായി 5,700 മെഗാവാട്ട് ശേഷിയുള്ള പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റും റിന്യൂവബിൾ എനർജി പ്രോജക്റ്റും സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. യാത്ര ഓൺലൈൻ എന്ന കമ്പനി ഗ്ലോബ് ട്രാവൽസിനെ 128 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. MOIL എന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഏറ്റവും ഉയർന്ന പ്രൊഡക്ഷനാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, 1.24 ലക്ഷം ടൺ. റീസെൻ്റ്ലി ആദ്യത്തെ 5 മാസത്തിൽ 7.24 ലക്ഷം ടണ്ണിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി കൈവരിച്ചിരുന്നു. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് 7% മുകളിലാണ്. കൂടാതെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 11% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. AU സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. സ്മാൾ ഫിനാൻസ് ബാങ്കിൽ നിന്നും യൂണിവേഴ്സൽ ബാങ്കിലേക്ക് മാറുന്നതിന് AU സ്മാൾ ഫിനാൻസ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. NHPC എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സിൽ നിന്നും 7,350 മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ്, പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റ് എന്നിവ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടാതെ അദാനി എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. സിംഗപ്പൂരിൽ അദാനി എൻ്റർപ്രൈസസ് അദാനി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സപ്ലൈ ചെയിൻ സൊല്യൂഷൻ ആൻഡ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സർവീസ് കമ്പനി ആരംഭിച്ചു. ഈ കമ്പനി അദാനി എൻ്റർപ്രൈസസിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി ആയിരിക്കും. ഗ്ലാക്സ്കോ സ്മിത്ത് ലൈൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 222 കോടി രൂപയുടെ ഇൻകം ടാക്സ് റീഫണ്ട് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. UPL എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ അദ്വാന്ത സീഡ്സ് ഹോൾഡിംഗ് UK ലിമിറ്റഡ് എന്ന കമ്പനി തായ്ലൻഡ് ബേസ്ഡ് കമ്പനിയായ അദ്വാന്ത ഹോൾഡിംഗ്സിൻ്റെ സ്റ്റേക്ക് അക്വയർ ചെയ്ത് അദ്വാന്ത ഹോൾഡിംഗ്സ് എന്ന കമ്പനി ഇപ്പോൾ അദ്വാന്ത സീഡ്സ് എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയായി മാറിക്കഴിഞ്ഞു. ഇനോർഗാനിക് ഗ്രോത്ത് പോയിന്റ് ഓഫ് വ്യൂ UPL എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടെക്സ്മാക്കോ റെയിൽ എന്ന കമ്പനി ജിൻഡാൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ അക്വിസിഷൻ പൂർത്തിയാക്കി. ഇതുവഴി ടെക്സ്മാക്കോ റെയിൽ എന്ന കമ്പനിയുടെ വാഗൺ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റിയും കമ്പനിയുടെ പ്രൊഡക്റ്റ് റേഞ്ചും വർദ്ധിക്കും. 614 കോടി രൂപയ്ക്കാണ് ടെക്സ്മാക്കോ റെയിൽ ജിൻഡാൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയെ അക്വയർ ചെയ്തത്.
VST ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി 10:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്